വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നും ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ റമദാൻ സ്പെഷ്യൽ റെസിപ്പി പിസ്സ ബണ്ണാണ്. നിങ്ങളുടെ കയ്യിൽ ബണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ സ്നാക്ക് ഞാൻ 2 മെത്തേഡിൽ കാണിക്കുന്നുണ്ട്. ഓവനിലും കാണിക്കുന്നുണ്ട്, ഓവനില്ലാതെ അടുപ്പത്തും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിനായിട്ട് ഞാനൊരു 1/4 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ്. അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഞാനിതിൽ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളിയെ ചേർത്തിട്ടുള്ളൂ. അതുപോലെ 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ മുളകാണെങ്കിൽ 1 ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ മാരിനേഷൻ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും ചേർക്കാവുന്നതാണ്. പക്ഷേ കോക്കനട്ട് ഓയിൽ ചേർക്കണ്ട, അപ്പോൾ പിസ്സേൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്കിതൊന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിൽ നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഈ ചിക്കൻ തന്നെ ഇതിലേക്ക് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് കുക്കായിക്കോളും. ഇത് ഏകദേശം ഇപ്പം കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായി മൊരിയുന്ന വരെ കുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു പാകമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കാം. ഈ ചിക്കൻ ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിതിലേക്ക് ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഇടുന്നുണ്ട്. ഇതൊരു വലിയ ഉള്ളിയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം നുറുക്കിയതും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിനി ഇതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാനില്ല. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പിസ്സ സോസ് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടാക്കാം. ഇതിനുള്ള റെസിപ്പി ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതുപോലത്തെ ബർഗറിൻ്റെ ബണ്ണ് വേണം. ഇതിൻ്റെ നടുഭാഗം ഒന്ന് നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കണം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കത്തിയുടെ അറ്റം ബണ്ണിൻ്റെ മറ്റേ വശത്തു കൂടെ പുറത്തേക്ക് വരരുത്. ഒരു പകുതി വഴിക്ക് വെച്ചിട്ട് നിങ്ങളിതുപോലെ മുറിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗം പുറത്തേക്ക് എടുക്കണം. ഈ ഒരു പീസ് നമുക്ക് ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്കിത് കളയണ്ട. നിങ്ങൾക്കിത് ബ്രെഡ് ക്രംസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ വിരലൊന്ന് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഷേപ്പാവും. ഇപ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ നടുവിലായിട്ട് ഞാനൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ബണ്ണ് എടുക്കുന്ന സമയത്ത് മധുരമില്ലാത്ത ബണ്ണ് നോക്കിയിട്ട് എടുക്കണം, കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു എരിവുള്ള മസാല ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ബണ്ണ് നോക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 2 ടൈപ്പ് ചീസ് വേണം. ഒന്ന് മൊസറല്ല ചീസാണ്, നമ്മൾ സാധാരണ പിസ്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചീസാണ്. മറ്റേത് ഞാൻ എടുത്തിട്ടുള്ളത് ബർഗറിലൊക്കെ ഉപയോഗിക്കുന്ന ചീസാണ്, അതായത് ചെഡാർ ചീസാണ്. അപ്പോൾ ഞാൻ ഇതിൽ സ്ലൈസ് ചീസാണ് ഉപയോഗിക്കുന്നത്, കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് സാധാ ചെഡാർ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഓരോ ബണ്ണായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് പിസ്സ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബണ്ണിൻ്റെ അകത്ത് ഏകദേശം 2 ടീസ്പൂണ് സോസാണ് തേക്കുന്നത്. ഈ സോസ് ഒന്ന് സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ വശത്തും നമുക്കിതിൻ്റെ ഫ്ലേവർ എത്തും. ഇനി ഇതിന് ശേഷം നമുക്കിതിൽ ചീസ് വെക്കാം. ഞാൻ സ്ലൈസ് ചീസിനെ പകുതിയാക്കി മുറിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നടുമടക്കിയിട്ട് ഇതിനുള്ളിൽ വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫില്ലിങ് ഇടാം. ഫില്ലിങ് ചെയ്യുമ്പോൾ ചിക്കൻ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സോസേജ് വേണമെങ്കിൽ അത് ചെയ്യാം, ചെമ്മീൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ബീഫാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ മഷ്റൂമും ഒലീവും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗം വരെ ഞാനിപ്പോൾ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ മൊസറല്ല ചീസ് വെക്കുമ്പോൾ കുറച്ച് വെച്ചാൽ പോരാ, നിങ്ങൾ കുമിച്ചിട്ട് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് മൊസറല്ല ചീസ് മെൽട്ടായിട്ട് താന്നു പോവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കുറച്ച് കുമിച്ചിട്ട് വേണം മൊസറല്ല ചീസ് വെക്കാനായിട്ട്. അപ്പോഴേ ഇത് മെൽറ്റ് ആകുമ്പം നമ്മുടെ ബണ്ണിൻ്റെ ലെവലിൽ കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പീസ് കൂടെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഞാൻ 6 ബണ്ണ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ 4 എണ്ണം ബേക്ക് ചെയ്യാണ്. പ്രീഹീറ്റഡ് ഓണിൽ 220 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് ഹയർ റാക്കിൽ വെച്ചാൽ മതി. മറ്റേത് 2 എണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന്
സ്റ്റോവ് ടോപ്പിൽ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. കുറച്ച് ഹൈറ്റുള്ള പാനാണ്. ഇങ്ങനത്തെ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ സോസ് പാൻ ഉപയോഗിക്കാം. അതിൽ ബട്ടർ ഒന്ന് തടവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ 2 ബണ്ണ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിക്കണം. ഈ മൊസറല്ല ചീസ് മെൽട്ടാവുന്ന വരെ മാത്രം വേവിച്ചാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചെറിയ തീ തന്നെ വേവിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തക്കാളിയുടെ സ്ലൈസസും കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ 1-2 ഒലീവിൻ്റെ പീസും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒലീവിൻ്റെ പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വെക്കാവുന്നതാണ്. ഞാൻ അത് മറന്നുപോയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെച്ചിട്ടുള്ളത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബൺ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഓവനിലും ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ചീസ് മെൽട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഓവനിൽ വെച്ചാൽ മതി. ഇതിൻ്റെ ടോപ്പ് കുറച്ച് ക്രസ്റ്റി ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ഇനി സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്. നല്ലോണം ഫില്ലിംഗ് ഒക്കെ ലെവലായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്